ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോർച്ച ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമായിട്ട് ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഇതൊക്കെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കിട്ടണത് എപ്പോഴാണ്? ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുമ്പോൾ മാത്രം കിട്ടണതാണ്. അപ്പോൾ നമുക്കൊക്കെ ആ ഭാഗ്യം കിട്ടിയ ശ്രേഷ്ഠ ജാതിയാട്ടോ നിങ്ങളെല്ലാവരും ഈ കേൾക്കുന്നവരെല്ലാം. അപ്പോൾ ഇന്നത്തെ ഗീവയുടെ കാര്യം ആദ്യം പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത്, ഫേസ്ബുക്കൊക്കെ ഫോളോ, ഇൻസ്റ്റ ഫോളോ ഇതൊക്കെ ചെയ്യുന്നവർക്ക് കിട്ടാൻ പോണത് ജനുവരി 31 ഞെറുക്കെടുപ്പിൽ ഭാഗ്യശാലിനെ നോക്കിയിരിക്കാൻ ഡയമണ്ട് റിങ് ആട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചാൽ മതിയല്ലോ, അത് നമുക്ക് ആ ഡയമണ്ട് റിങ് കിട്ടിയാലോ. അതുകൂടാണ്ട് ഇവിടെ വരുമ്പോൾ ക്യാഷ് പർച്ചേസിങ്ങിന് 25,000 ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും ഇന്നും ഇങ്ങനെ ഞെറുക്കെടുപ്പിന് ഇടുന്നുണ്ട്. ബമ്പർ പ്രൈസും ഡയമണ്ട് റിങ് ആട്ടോ. ഇത്രയും ജനുവരി 31 അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഇത് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. വളകളിൽ നല്ല പൊലിപാടുണ്ട്, ഒരു പവനൊക്കെ ഉള്ളൂ കേട്ടോ. എന്ത് രസം! ഇത് ഡാർക്ക് ഗ്രീൻ, ഇതൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ വരും, ഇത് ഡാർക്ക് ഗ്രീൻ, ഇത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അടിപൊളി സംഭവങ്ങൾ, സൂപ്പറാണ്. ഉണ്ടോ? ഇതിനെല്ലാം ഒരു പവനും ഒരു ഇച്ചിരി സംതിങ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇതാണ് അതിൻ്റെ മോഡൽ. കയ്യിലിട്ടപ്പോൾ ഒരുപാടും ഉണ്ട്. നമുക്കൊരു പവനും ഉള്ളൂ. നമുക്കൊരു ഇങ്ങനെ ഫങ്ഷനും ഒക്കെ യൂസ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി വളകൾ വന്നിട്ടുണ്ട് കേട്ടോ. വളകൾ ഒത്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളകൾ ചോദിച്ച് എപ്പോഴും ആൾക്കാർ വരാറുണ്ട്. എനിക്കാണെങ്കിൽ എവിടെ വള കണ്ടാലും തൃപ്തിയും വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വള എവിടെ പോകുമ്പോഴും എക്സിബിഷനൊക്കെ പോകുമ്പോൾ വളകൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. ഒത്തിരി വളകൾ കിട്ടാൻ അതെന്നാന്നറിയാൻ പാടില്ല. എപ്പോഴും ചെയിനുകളും ഇതിലേക്കൊക്കെ ന്യൂജൻ മാറിയിട്ടാണെന്നറിയാൻ പാടില്ല. അപ്പോൾ എന്നാലും വളകൾ ചോദിച്ചു വരുമ്പോൾ അപ്പോൾ എൻ്റെ കൈ നോക്കൂ കേട്ടോ, വലിയ കൈ അതിലിട്ട് നോക്കും. അപ്പോൾ അങ്ങനത്തെ വളകൾ പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും കേട്ടോ. ചെറുതും വലുതും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ 2 സ്കീമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണത്തിന് എത്രയാണ്? ഞാൻ ആരോട് സ്വർണ്ണം മേടിക്കാൻ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സാന്ന് പറയുമ്പോൾ അയ്യോ എന്നാ മേടിക്കാനാ, സ്വർണ്ണം ഇപ്പം ആരും ഇടണേ, ഞങ്ങൾ ഇടണില്ല, അയ്യോ എന്ത് വിലയാ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വില ഒത്തിരി ഉണ്ടെങ്കിലും വില ഏറിയതാണ്. ഇപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്ക് മേടിച്ച് വെച്ചാലത്തെ ഇതിൻ്റെ ഇപ്പോൾ ഞാനിങ്ങനെ സ്കീമിൽ നിന്ന് ഇങ്ങനെ കൂടാൻ വന്നവരോട് നേരത്തെ കൂടിയവരുടെ ബുക്ക് എടുത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അത് അടുത്ത ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തോരു കാശ് വ്യത്യാസം വന്നേക്കണേന്ന് നമുക്ക് ഞാൻ ഞെട്ടിപ്പോവുക. ഇപ്പം ഓരോ മാസം വ്യത്യാസം വന്നേക്കണേ. അപ്പം നമ്മൾ അങ്ങനെ വ്യത്യാസങ്ങൾ വരും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിക്വിഡ് അസറ്റ് ഏറ്റവും സൂപ്പർ ഇപ്പോഴത്തെ നിലപാടിൽ സ്വർണ്ണമാണ്. അപ്പം നിങ്ങൾ നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ 9447575564. മിനിമം 1000 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ കാശിട്ടാണല്ലോ കേട്ടോ. 1000 രൂപയിട്ട് തന്നെ 2 ഗ്രാം പോലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അല്ല, നമ്മളപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എമൗണ്ട് നമ്മളിതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടിടും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും ലാഭമുള്ള സംഭവം. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഓൺലൈനുണ്ട്. ഇന്ത്യ മുഴുക്കനും കൊറിയർ അയച്ചു തരും. പിന്നെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് 18 ക്യാരറ്റ്, ചിലർ പറയും 18 ക്യാരറ്റും ഉണ്ടോ, നമ്മൾ മേടിക്കുമോ തിരിച്ചെന്ന്. ഇത് ദൈവം 18 ക്യാരറ്റിന് പേപ്പർ വില ഇപ്പോൾ 5900 എന്ന് വെച്ചോ. ഇന്ന് പേപ്പർ വില എന്താണോ 18 ക്യാരറ്റിന് ഡയമണ്ട്സസ് മേടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ മേടിക്കുമ്പോഴും ആ വിലയല്ലേ തന്നെ ഉള്ളൂ. ഡയമണ്ട്സിൻ്റെ വില കൊടുത്താണ് 1100-200 രൂപ വ്യത്യാസമില്ലേ. അത്രയും വില വ്യത്യാസത്തിലല്ലേ നമ്മൾ രണ്ടും മേടിക്കണേ. അപ്പോൾ അത്രയും വില ഇത് വരും. അപ്പോൾ തിരിച്ചു തരുമ്പോഴും ആ വിലയ്ക്ക് തന്നെ തരും, നിങ്ങൾ പൈസ തിരിച്ചു തരും. അപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. പേപ്പർ പോലെ അത് ഏത് കടയിൽ, നമ്മുടെ ഷോപ്പല്ല എവിടുത്തെ ഷോപ്പിലായാലും അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യും. 18 എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. മറ്റേതിൽ തങ്കം കൂടുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഒക്കെ 18 ക്യാരറ്റാണ് നല്ലത്. ഡയമണ്ട്സസ് എല്ലാം ലൈറ്റ് വെയ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ പരസ്യമൊക്കെ കാണിക്കുമ്പോൾ നല്ലതാണ്. 100 മില്ലിയുടെ 200 മില്ലിയുടെ മാല എന്നൊക്കെ പറയും. സൂക്ഷിക്കണം സ്വർണം. ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ സ്വർണം. അപ്പം നമ്മൾ ലൈറ്റ് വെയ്റ്റ്, പണ്ടൊക്കെ എല്ലാവരുടെയും കഴുത്തിൽ 5 പവനും 3 പവനും ഒക്കെ ആയിരുന്നു കിടന്നായിരുന്നത്. അതും 18 ആയിരുന്നു പണ്ടത്തെ സ്വർണ്ണം. അപ്പോൾ പിന്നെ ആർക്കും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ.
അപ്പോൾ ഡയമണ്ട്സസ് കൂടുമ്പോൾ പ്യുവർ കൂടുമ്പോൾ നമ്മൾ തുണിയൊക്കെ പറയില്ലേ പ്യുവർ ആണെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യണം അന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പ്യുവർ കൂടുമ്പോഴാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. പോളിസ്റ്റർ മിസ്സിങ് തുണിയെ കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കുറയും. അത് തന്നെയാണ് ചെമ്പ് കയറുമ്പോൾ കംപ്ലൈൻറ്റ് കുറയും. അപ്പോൾ സ്കീമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഗീവ് അവേയുടെ കാര്യം പറഞ്ഞില്ലേ, എല്ലാം ഞാൻ പറഞ്ഞില്ലേ. ഗീവ് അവേയുടെ കാര്യം പറഞ്ഞു, സ്കീം പറഞ്ഞു, ഓൺലൈൻ പറഞ്ഞു. സൺഡേ നമ്മൾ കട ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കട പുതിയ ഷോപ്പായത് കാരണം ഒത്തിരി വെറൈറ്റി പുതിയത് ഞാൻ അങ്ങനെ പർച്ചേസിങ് അപ്പടി ന്യൂജൻ അവരെയും കൊണ്ട് നടന്ന കേട്ടോ. നമ്മുടെ പർച്ചേസിങ് അപ്പടി ആയിരുന്നു. ഞാനല്ല പർച്ചേസ് ചെയ്തത്, ഞാൻ മാറി നിൽക്കിയത് അവരുടെ ടേസ്റ്റ് ആയിട്ട് പോകാൻ 18 ഡയമണ്ട്സും ഒക്കെ. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്. നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ഓടി വായോ.